ജെഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ നമ്മുടെ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നമ്മളെല്ലാവരും പല ടൈപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫാമിലി വ്ളോഗ്, അതായത് പിന്നെ ബ്യൂട്ടി ടിപ്സ്, പിന്നെ അല്ലാതെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഷോർട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവിധ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഈ വീഡിയോ ചാനൽ കാണുന്ന ആൾക്കാരെല്ലാവരും ചെറിയ യൂട്യൂബേഴ്സ് തന്നെയാണ്, അല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടെ ഈ വീഡിയോസ് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രാവശ്യം നിങ്ങൾ അപ്ലോഡാക്കിയ വീഡിയോ, നിങ്ങളെല്ലാവരും വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട്. വീഡിയോ അപ്ലോഡ് ആക്കിയ വീഡിയോ യൂട്യൂബിന് റെക്കമെൻഡേഷൻ പോയി, ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു വീഡിയോന് റെക്കമെൻഡേഷൻ പോയി കുറേ വ്യൂ കിട്ടുന്നു. ഓക്കെ, അതിനുശേഷം വീഡിയോ കുറേ ഓടിയതിന് ശേഷം ആ വീഡിയോ സ്റ്റക്കായി നിൽക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ഏകദേശം പേർക്കുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് അതേപോലെ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേങ്കിൽ അതല്ലാതെ തന്നെ ഈ കുറേ നേരം ഓടിയ വീഡിയോസ്, അതായത് കുറേ ഓടി നിന്ന് സ്റ്റക്കായി പോയ വീഡിയോസ് സ്റ്റക്കായി കിടന്നിട്ട് രണ്ടാമത് നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. ഒരു 30 വ്യൂ 50 വ്യൂവിലൊക്കെ നിന്ന് പോകുന്ന വീഡിയോസ്, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹാഷ്ടാഗ് നമ്മൾ സാറിന് നമ്മുടെ വീഡിയോയുടെ ഹാഷ്ടാഗുകൾ നമ്മൾ മാറ്റി കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതായത് നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓടി പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി വീഡിയോ സ്റ്റക്കായ മാത്രമേ എഡിറ്റ് ചെയ്യാവുള്ളൂ. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരിക്കലും എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹാഷ്ടാഗുകൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ആ ഹാഷ്ടാഗ് സെർച്ചിങ്ങിൽ വരുന്ന സമയത്ത് നല്ല നല്ല ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കിട്ട്, ചിലപ്പം നല്ല വീഡിയോ ആണെങ്കിൽ, നല്ല കണ്ടന്റ് നല്ലതാണെങ്കിൽ അത് വൈറലാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്യണമായിരുന്നു. ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് വേറെ കാര്യം പറഞ്ഞുതരാം. അതായത് അല്ലാതെ തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ വ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇതൊക്കെ തെറ്റായ കാര്യമാണ്. അതായത് വാട്സപ്പിലും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന വഴി യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? അതായത് പല ആപ്പുകളിലോട്ട് നമ്മുടെ കൊടുക്കുമ്പോൾ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂ നമ്മുടെ ചാനലിലോട്ട് വേറെ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യൂ കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ശ്രമിക്കേണ്ട യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള വ്യൂ നമ്മൾ ഇരട്ടിപ്പിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രാവശ്യം റൺ ചെയ്ത് നിന്നുപോയ വീഡിയോ, നമ്മൾ ഇട്ടിട്ട് നിന്നുപോയ വീഡിയോ രണ്ടാമത് റൺ ചെയ്യിപ്പിക്കാനുള്ളൊരു സംഭവമാണ്. അത് യൂട്യൂബ് തന്നെ, നമ്മൾ ഒരു പൈസ മുടക്കില്ല. സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം പ്രൊമോട്ട് ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് പൈസ കൊടുത്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യാം. യൂട്യൂബിൻ്റെ ഭാഗത്ത് തന്നെ ചെറിയ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്ത് തരും യൂട്യൂബ് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ റൺ ചെയ്യിപ്പിക്കും. പക്ഷേ ആ വീഡിയോയ്ക്കൊന്നും നമുക്ക് വ്യൂവിന് പൈസ കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ വ്യൂവിന് നമുക്ക് വാച്ച് ടൈം കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ യൂട്യൂബിന് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസിനൊന്നും. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകും. നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പം, പക്ഷേ ചെയ്യേണ്ട രീതിയിലായിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നൊരു സംഭവം നമ്മുടെ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് രണ്ടാമത് റൺ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു പോകുന്നത്. എല്ലാവരും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണോ? അപ്പം കറക്റ്റായ രീതിയിലാണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്? പരമാവധി നിങ്ങൾ വീഡിയോ റൺ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിന്നുപോയ വീഡിയോസ് റൺ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് പറഞ്ഞുതരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകണം. യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ഹോം പേജ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ചാനൽ എടുക്കുക, അതായത് ചാനൽ സെലക്ട് ചെയ്യുക. ചാനൽ സെലക്ട് ചെയ്യുക, യുവർ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുക. ഓക്കെ, ഈ യുവർ ചാനൽ ഉള്ള ഓപ്ഷൻ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതായത് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. അതായത് ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് റൺ ചെയ്യിപ്പിക്കേണ്ടത്, ഓക്കെ, നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ റൺ ചെയ്യിപ്പിക്കേണ്ടത് അതിങ്ങ് എടുക്കുക. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വലത്തെ സൈഡിൽ ഒരു അതായത് 3 ടിക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടിക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 3 ടിക്ക് കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അതായത് പ്ലേ നെക്സ്റ്റ് ഇൻ ക്വിക്ക്, സേവ് ടു വാച്ച് ലേറ്റർ, സേവ് ടു പ്ലേലിസ്റ്റ്, ഡൗൺലോഡ് വീഡിയോ, അങ്ങനെ ഓപ്ഷൻ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കാം. കണ്ടോ? ഇത് കണ്ടോ?
ഷെയർ ഓപ്ഷൻ കാണിക്കാം. പല ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ വീഡിയോ കൊണ്ടുപോയിട്ട് നമ്മൾ കോപ്പി ചെയ്തിട്ട്, അതായത് വീഡിയോ നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ അകത്ത് പോയി നമ്മൾ കോപ്പി ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്തിട്ട് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോയി കഴിഞ്ഞാൽ നേരിട്ട് വീഡിയോ നമുക്ക് ഉപകാരമുള്ള രീതിയിൽ ആർട്സോട് കൂടി കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുകയാണ് കേട്ടോ. ഇവിടെ കോപ്പി ലിങ്ക് ക്രിയേറ്റ് പോസ്റ്റ് ആണ്. അപ്പോൾ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുകയാണ് കണ്ടോ. ഇപ്പോൾ ഇത് നിങ്ങൾക്കറിയാം ഈ ഒരു ക്യാപ്ഷനോട് കൂടി തന്നെ നിങ്ങൾ ലിങ്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് പോസ്റ്റിങ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ആ ഒരു തമ്പനയിലോട് കൂടെ തന്നെ നിങ്ങൾക്ക് എവിടെ എന്തായി, അപ്പോൾ ലോങ് വീഡിയോ എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ ഏകദേശം നമുക്കിത് ഓപ്പൺ ആയി വരുമ്പം ഏകദേശം ഒരു പണ്ടൊക്കെ 500 സബ്ബൊക്കെ ആണായിരുന്നു. ഇപ്പം പക്ഷേ ഒരു 10, 150, 200 സബ്ബൊക്കെ ആകുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ റീച്ച് പോലെ, നമ്മുടെ ചാനലിലെ റീച്ച് പോലെ യൂട്യൂബ് ഇത് ഓപ്പൺ ആക്കി തരുന്നുണ്ട്. ഒരു 10-200 സബ്ബൊക്കെ ആകുന്ന സമയത്തേക്ക് ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓപ്പൺ ആക്കി ഇടുന്നുണ്ട്. പണ്ടൊക്കെ 500 സബ്ബ് 1000 സബ്ബൊക്കെ ആണായിരുന്നു. ഇപ്പം എല്ലാം യൂട്യൂബ് അപ്ഡേഷനൊക്കെ വരുത്തി നേരത്തെ ആക്കി തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് സംഭവം ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളിവിടെ എഴുതി കൊടുക്കണം നമുക്ക് എന്താണോ നമ്മുടെ കണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ ക്യാപ്ഷൻ ഉണ്ട്, ലോങ് വീഡിയോ എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എഴുതുന്ന എല്ലാം മലയാളത്തിലാണ്. കാരണം വെച്ചാൽ നമ്മുടെ കൂടുതൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരൊക്കെയാണ് നമ്മുടെ കൂടുതലായിട്ട് ചാനൽ കാണുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോങ് വീഡിയോ എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, വേറെ മാറ്റിയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അത് തന്നെയാണല്ലോ അത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കാം. ഇത് നമുക്ക് മനസ്സിലാക്കാം ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കറിയാം, സാധാരണക്കാർക്ക് ഉദ്ദേശിച്ചിട്ടാണ് പരമാവധി ഞാൻ 90% വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയതായിട്ട് തുടങ്ങി വരുന്ന യൂട്യൂബേഴ്സിനെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ പറയുന്ന സംസാരമായാലും അങ്ങനെ തന്നെ ചെയ്തു പോകുന്നത്. കാരണം അവർക്കാണല്ലോ പെട്ടെന്ന് സെർച്ച്, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം കിട്ടും. നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാണ്, ഒറ്റ കാണൽ തന്നെ കാര്യം മനസ്സിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ അങ്ങനെ സംഭവം ചെയ്തിട്ട് അവന് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പോസ്റ്റ് അടിച്ചു. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അകത്തോട്ട് സംഭവം പോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇതുണ്ടോ, ഇവിടെ ഇപ്പം വീഡിയോസ്, ഷോർട്സ്, ലൈവ് ഇവിടെ ഞാൻ മാറ്റി കാണിക്കുന്നുണ്ടോ. ഇപ്പം പ്ലേലിസ്റ്റ്, അതിൻ്റെ അപ്പുറത്തായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഈ കമ്മ്യൂണിറ്റി അവിടെ വന്നു കഴിഞ്ഞപ്പം ഗൈസ് നോക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ, അതായത് ലോങ് വീഡിയോ എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാന്നുള്ള സംഭവം നമ്മൾ കറക്റ്റായ രീതിയിൽ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന വഴി നിങ്ങളിപ്പം ഇതും നിങ്ങളുടെ റെക്കമെൻഡേഷൻ ടൈം കഴിഞ്ഞിട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിങ്ങനെ ഈ ഒരു സംഭവം ചെയ്യാവുള്ളൂ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് പോകും, നമ്മുടെ വീഡിയോൻ്റെ അകത്തോട്ട് പോകും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കറക്റ്റായിട്ട് കാണാം. ഓക്കെ, നമ്മുടെ വീഡിയോസ് കറക്റ്റായിട്ട് കാണാം. ഇവിടെ നിന്ന് വരുന്ന വ്യൂ, അതായത് അല്ലെങ്കിൽ വാച്ച് ടൈം നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് കിട്ടും കേട്ടോ. അതുമാത്രമല്ല, ഇപ്പോൾ ഏകദേശം സ്റ്റക്കായി കിടക്കുന്ന വീഡിയോസ് രണ്ടാമത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വഴി മറ്റുള്ളവരുടെ ഹോം പേജിലോട്ട് റെക്കമെൻഡേഷൻ വഴി എത്തിക്കുന്നതാണ് ഈ പരിപാടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് ഒരു പ്രാവശ്യം യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചു, രണ്ടാമതും യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ച് നമ്മുടെ വീഡിയോ ഒരു പ്രാവശ്യം അയച്ച റെക്കമെൻഡേഷൻ തന്നെ രണ്ടാമത് ഒരേ വീഡിയോയ്ക്ക് തന്നെ രണ്ടാമത് പിന്നെയും റെക്കമെൻഡേഷൻ അയച്ച് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന, അതായത് നിന്നുപോയ വീഡിയോ ഓടിക്കാൻ വേണ്ടി രണ്ടാമത് പിന്നെയും റെക്കമെൻഡേഷൻ അയച്ച് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പുറമെയുള്ള ആൾക്കാരോട്ട് എത്തിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യുന്നതായിട്ട് അറിയാം. പക്ഷേങ്കിൽ കുറേ ആൾക്കാർക്ക് ഈ കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം.
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. കൂടുതലായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ആ ഒരു ഇതാണ് എനിക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നാളത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ.